ഹായ് കൂട്ടുകാരെ, ഇന്ന് എനിക്ക് സങ്കടകരമായ ഒരു ദിവസമായിരുന്നു. എൻ്റെ കരളിൻ്റെ കരളായ, എൻ്റെ ജീവൻ്റെ പാതിയായ എൻ്റെ ഏട്ടന് തീരെ വയ്യാതായി. രാവിലെ 5 മണിയായപ്പോൾ പെട്ടെന്ന് ശരീരത്ത് മൊത്തം അലർജി പോലെ തടിച്ച് പൊന്തി വന്നു. അതിൻ്റെ കൂടെ ഛർദിയും ശ്വാസതടസ്സവും ഉണ്ടായി. ശ്വാസം കിട്ടാതായപ്പോൾ ഞങ്ങളാകെ പേടിച്ചുപോയി. ഇടയ്ക്ക് ശ്വാസം നിന്നു പോകുന്നൊരവസ്ഥ വന്നു. ഒന്നും നോക്കിയില്ല. അപ്പം തന്നെ ഞങ്ങൾ വണ്ടി വിളിച്ചു. നേരെ കൽപ്പറ്റ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്നാലും നമ്മൾ പൈസ ചിലവാക്കണം കേട്ടോ. എല്ലാ കാര്യത്തിനും പൈസ വേണം. പൈസ ഇല്ലാത്തൊരു ഇതുമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലെന്ന് പേരേ ഉള്ളൂ. പക്ഷേ ഹോസ്പിറ്റലിലും ഡോക്ടർമാരും നഴ്സുമാരൊക്കെ നല്ല സഹകരണമാണ്. ഇതാണ് കൽപ്പറ്റ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. രാവിലെ തന്നെ കൊണ്ടുവന്നു. അപ്പം തന്നെ ഇഞ്ചക്ഷനും കൊടുത്തു, അതേപോലെ തന്നെ മരുന്നും കൊടുത്തു. 2 ടാബ്ലറ്റും കൊടുത്തപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ലെവലായി. മുഖമൊക്കെ തടിച്ച് പൊന്തിയിട്ട് കണ്ണൊന്നും കാണാത്തൊരവസ്ഥയിലായിരുന്നു. ശരീരം മൊത്തം നീര് വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളാകെ പേടിച്ചു പോയി. കാരണം ശ്വാസതടസ്സം വന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി വന്നത്. ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ മൂപ്പരാകെ എന്താ പറയുക, വേറൊരു സ്റ്റേജിലേക്ക് പോയ പോലെ തോന്നി. ഏട്ടനായിരുന്നു ഞങ്ങളുടെ എല്ലാം. പിന്നെ അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്ത് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒ പി ചീട്ട് എടുക്കണം. വേറെ നമ്മൾ കാഷ്വാലിറ്റിയിൽ കാണിക്കുമ്പോൾ ഉള്ളിൽ തന്നെ നമുക്ക് ഒ പി ചീട്ടൊക്കെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പുറത്തെ കൗണ്ടറിൽ വേണം നിൽക്കാൻ. ഇതാണ് നമ്മൾ എമർജൻസി ആയി കൊണ്ടുപോകുമ്പോൾ ഇവിടെ നിന്നാണ് ഒ പി ചീട്ട് എടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതാണ് അതിൻ്റെ സ്പേസ്. അപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നു. അവിടെയും പൈസ അടയ്ക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മോനും ഏട്ടനും കൂടി അവിടെ പോയി നിന്ന്. എനിക്കാണെങ്കിൽ തീരെ വയ്യാതായിപ്പോയി. ടെൻഷൻ കയറിയിട്ട് അങ്ങനെ ഒരു മണിയായപ്പോഴത്തേനും ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ചു. പിന്നെ അതിനുശേഷം കുറച്ച് സമയം കൂടി അവിടെ കിടത്തി. ഞങ്ങൾ 2 മണിയായപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി. വീട്ടിലെത്തിയപ്പോൾ 3 മണിയാവാനായി. ഇപ്പോൾ ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റൽ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ കൈനാട്ടിയാണ്. കൈനാട്ടി ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഹോസ്പിറ്റലുള്ളത്. ഇത് രോഗികൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യമാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല വൃത്തിയോടുകൂടി കൊണ്ടേ നടക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ സങ്കടകരമായ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം. ഓക്കെ, ശരി കേട്ടോ. ഞങ്ങൾ 3 മണിയായപ്പോഴത്തേനും വീട്ടിലേക്ക് തിരിച്ചു വന്നു.